ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6 സ്ലൈസ് ബ്രെഡ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കൊന്നും വേണ്ട, നല്ല തരിതരിയോട് കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മളുടെ ബ്രെഡിനെ. അതിനുശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ മാത്രമാണ് മുളക് പൊടി ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ആ വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് നിങ്ങൾ ചേർക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് നമ്മൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ അളവിൽ മതി കുഞ്ഞാക്കി അരിഞ്ഞ ഇഞ്ചി. പിന്നെ ഒരു 2 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയ സവാള മതി കുഞ്ഞാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യണം. പക്ഷെ അതിന് മുന്നായിട്ട് എല്ലാ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇഞ്ചിയും നമ്മളുടെ പൊടികളും എല്ലാതും മിക്സ് ആവുന്ന രീതിയിൽ ആദ്യം കൈവച്ച് ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം മാത്രം ചെറിയ രീതിയിൽ വെള്ളം തെളിച്ചിട്ട്, കുറേ വെള്ളം ഒഴിക്കരുത്, ഇതേപോലെ ചെറിയ രീതിയിൽ ഒന്ന് വെള്ളം തെളിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെ ആയിട്ടിരിക്കണം. അതായത് നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ ഉരുട്ടി കിട്ടുകയും വേണം, എന്നാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടണം ഒരു സ്റ്റേജ് ആവാനും പാടില്ല. കണ്ടില്ലേ, ലൂസായി പോവരുത് നമ്മളുടെ മാവ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ കുഴച്ചെടുത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 3 മുട്ട നമ്മൾ പുഴുങ്ങിയിട്ട് 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതേപോലെ ചെറിയ ബൗളുകളായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാവിൽ നിന്ന് എടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കാം. അതിനുള്ളിൽ നമ്മൾ ഓരോ മുട്ടയുടെ പീസസും വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് മാവും കൂടി എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവറായിട്ട് നല്ല കട്ടിയായിട്ട് ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ചെറിയ രീതിയിൽ കനം കുറച്ചിട്ട്, മാവ് നല്ല കനം കുറച്ചെടുത്തിട്ട് നമ്മൾ കോട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ മുട്ടയും നമ്മൾ ഇതേപോലെ കവർ ചെയ്തിട്ട് നമ്മളുടെ ബ്രെഡിൻ്റെ മിക്സിയിൽ കവർ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് ബ്രെഡ് ഉപയോഗിച്ചപ്പോൾ ഒരു 9 എണ്ണേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഫുള്ള് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായാലും ഉള്ളു വെന്ത് കിട്ടില്ല, നമുക്ക് പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞ് പോവും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇടയിലിട്ടിട്ട് വേണം നമ്മളെപ്പോഴും ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണ കുടിക്കുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കേട്ടോ, എണ്ണയൊന്നും ഒട്ടും കുടിക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡിയായി. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് വെറൈറ്റി റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.